ഹലോ 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 സർ, നമസ്കാരം സർ. നമസ്കാരം. എന്റെ പേര് ഹിരിയമ്മ. എന്റെ മോൾക്ക് നാളത്തെ പരീക്ഷയ്ക്കുള്ള ഹാൾ ടിക്കറ്റ് കിട്ടിയിട്ടില്ല സർ. ദയവായി ഞങ്ങളൊന്ന് സഹായിക്കും സർ. അത് നോക്കൂ, നിങ്ങൾ റോങ് നമ്പറിലേക്കാണ് കോൾ ചെയ്തിരിക്കുന്നത് തോന്നുന്നു. അല്ല സർ, ഞാൻ ശരിയായ നമ്പറിലേക്കാണ് കോൾ ചെയ്തിരിക്കുന്നത്. നിങ്ങൾ വിശ്വേശ്വർ ഭട്ട് അല്ലേ? അതെ. നിങ്ങൾ ഏത് എക്സാമിനെ കുറിച്ചാണ് പറയുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അതുപോലെ എന്നെ കോൾ ചെയ്തത് എന്തിനാണെന്ന് മനസ്സിലാവുന്നില്ല. സർ, നാളെ എന്റെ മോൾക്ക് നീറ്റ് എക്സാം ഉണ്ട്. അതിനായിട്ട് അവള് 2 വർഷം കഷ്ടപ്പെട്ട് പഠിച്ചതാ. എന്റെ സ്വപ്നം അവളുടെ ഭാവിയും രണ്ടും ഈ പരീക്ഷയെ അടിസ്ഥാനപ്പെടുത്തിയ. ദയവായി അവൾക്ക് പരീക്ഷ എഴുതാൻ നിങ്ങളൊന്ന് സഹായിക്കണം സർ. നാളെ എക്സാം നടക്കാൻ പോകുന്നു, എന്നിട്ട് ഇപ്പോഴാണ് ഹോൾ ടിക്കറ്റ് കിട്ടിയില്ല എന്ന് പറയുന്നത്. ഈ രാത്രിയിൽ ഇനി എന്ത് ചെയ്യാൻ പറ്റും? അയ്യോ, അങ്ങനെ പറയില്ല സർ. ഈ ഒരു സഹായം ചെയ്തു തരണം. നിങ്ങൾ എനിക്ക് അല്പം സമയം തരൂ, ഞാൻ നിങ്ങളെ തിരിച്ചു വിളിച്ചോളാം. ആ, ശരി സർ. കുറച്ച് കഴിഞ്ഞ് വിളിക്കാന്നാ പറഞ്ഞത്. നമുക്ക് നോക്കാം. ചെയ്യും. വെടുത്തി, എന്റെ കോളമിന്റെ ഹെഡ്ലൈൻ അല്ലേ, അതൊന്ന് ചേഞ്ച് ചെയ്യണം. ഞാൻ ഒരു അല്പസമയത്തിനുള്ളിൽ ആ ഹെഡ്ലൈന് നിങ്ങൾക്ക് അയച്ചു തരാം. അതുപോലെ തന്നെ ലീഡ് ഹെഡ്ലൈനും ചേഞ്ച് ചെയ്യണം. അത് വല്ലാതെ ഫ്ലാറ്റ് ആയിപ്പോയി. ഓക്കെ, താങ്ക് യു. തനു, 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 തനു. അയ്യോ, തനു, ഈ നേരത്ത് നീ ഇവിടെ നിന്ന് എന്ത് ചെയ്യാ? ഇപ്പോഴെങ്കിലും ഹാൾ ടിക്കറ്റ് ഡൗൺലോഡ് ആകുമെന്ന് നോക്ക് അമ്മേ. അതിനെന്തിനാ ഇങ്ങോട്ട് വന്നേ? വീട്ടിൽ നെറ്റ്വർക്ക് കിട്ടുന്നില്ല, അതാ. ശരി, നാളത്തേക്ക് എന്തെങ്കിലും ചെയ്തേ പറ്റൂ. നീ വിഷമിക്കണ്ട, വാ. ഈ നേരത്ത് ഇവിടെയൊന്നും വരാൻ പാടില്ല, വാ. നമസ്കാരം പ്രദീപ്. സാർ, ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്, അതാ ഈ സമയത്ത് ഫോൺ വിളിച്ചേ. സാരമില്ല പ്രദീപ്, പറയൂ, എന്താ കാര്യം? കുറച്ച് നേരത്തിന് മുന്നേ ക്രിയ എന്ന് പറയുന്ന ഒരാൾ എന്നെ ഫോൺ വിളിച്ചായിരുന്നു, അവരുടെ കൊച്ചിനെ നീറ്റ് എക്സാമിനെ പറ്റി. ഞാനിപ്പോ ഓഫീസിൽ വരുമ്പോ അവരെന്നെ വിളിച്ചിരുന്നു. ആ കുട്ടിക്ക് നാളെയല്ലേ എക്സാം, എന്താണ് അവർക്ക് പറ്റിയത്? എന്താ പ്രശ്നം? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. പേര് തനിച്ച, ഗ്രാമത്തിലുള്ള നല്ല കഴിവുള്ള ഒരു കുട്ടിയാ സാർ. അവൾ ഡോക്ടറാണെന്നുള്ള സ്വപ്നം കൊണ്ട് നല്ല കഷ്ടപ്പെട്ട് പഠിച്ചുകൊണ്ടിരിക്കുക. നാളെയാണ് എക്സാം. കൊറോണയുടെ കാരണം കൊണ്ട് അവളുടെ ആപ്ലിക്കേഷൻ റിജക്റ്റ് ആയിട്ടുണ്ട് സാർ. സാർ സഹായിക്കുകയാണെങ്കിൽ നാളെ ആ കൊച്ചിന് എക്സാം എഴുതാനുള്ള ഒരു അവസരം കിട്ടും സാർ. ഈ കൊറോണ കാരണം സ്റ്റുഡൻസിന്റെ ജീവിതം തന്നെ നശിപ്പിച്ചിരിക്കുക സാർ. നമ്മൾ ഈ അവസരത്തിൽ നമ്മളാൽ കഴിയുന്ന കുറച്ച് സഹായം ചെയ്യുവാണെങ്കിൽ സ്റ്റുഡൻസിന്റെ ലൈഫിന് അത് വലിയൊരു ഉപകാരമായിരിക്കും സാർ. ഇപ്പോൾ ഉള്ള സ്റ്റുഡൻ്റാണ് സാർ നമ്മുടെ നാടിന്റെ നാളേക്കുള്ള വാഗ്ദാനങ്ങൾ. നോ ഡിഫിക്കൽട്ട് റോഡ്സ് ലീഡ്സ് ടു ബ്യൂട്ടിഫുൾ ഡെസ്റ്റിനേഷൻ സാർ. പ്ലീസ് സാർ. ഇപ്പൊ ഞാൻ ആരോട് സംസാരിച്ചാലാണ് അവർക്ക് ഹെൽപ്പ് ആവുക? സാർ, ഐ തിങ്ക് ചീഫ് മിനിസ്റ്ററോട് സംസാരിക്കുകയാണെങ്കിൽ ചിലപ്പോൾ വർക്കൗട്ട് ആകും സാർ. ബിക്കോസ് ഈ എക്സാം നടത്തുന്നത് NDAയും പിന്നെ സെൻട്രൽ ഗവൺമെൻറ്റുമാണ് സാർ. ഇപ്പോ രാത്രി 11:30 മണിയായി. രാവിലെ നിങ്ങൾ എന്റെ വീട്ടിലേക്ക് വാ, ഞാൻ ചീഫ് മിനിസ്റ്റർ അടുത്ത് ഇക്കാര്യം സംസാരിക്കാം. ഉറപ്പായിട്ടും സാർ. താങ്ക് യു സാർ. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. താങ്ക് യു. യാ. പ്ലീസ് എഴുന്നേക്കൂ. നിങ്ങൾ ഞങ്ങളുടെ ദൈവമാണ് ഡോക്ടർ. എന്റെ കൊച്ചിന്റെ ജീവൻ രക്ഷിച്ചില്ലേ?
ഈ സഹായം ഞങ്ങൾ ഒരിക്കലും മറക്കില്ല ഡോക്ടർ. ഒരു ഡോക്ടറായ എൻ്റെ ഉത്തരവാദിത്തമാണ് ഇതൊക്കെ. ഇതിൽ നിങ്ങൾ എനിക്ക് നന്ദി പറയേണ്ട ആവശ്യമില്ല. ഇവിടെ വരുന്ന ഓരോ പേഷ്യൻസിനെയും ഗുണമാക്കേണ്ടത് ഞങ്ങളുടെ ഉത്തരവാദിത്തമാണ്. അതേപോലെ താങ്കളും സർക്കാർ ഹോസ്പിറ്റൽ, സർക്കാരിന്റെ ഡോക്ടർമാരനെ വിശ്വസിച്ച് കൃത്യസമയത്താണ് നിങ്ങൾ ഇവിടെ എത്തിയിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ ട്രീറ്റ്മെന്റ് ചെയ്തു, അത്രയേ ഉള്ളൂ. എല്ലാം നല്ലതിനാ. പോയി വരൂ. ശരി ഡോക്ടർ, ഞങ്ങൾ പോയിട്ട് വരാം. തനു, ടയേർഡാണോ മോളെ? ദാ ഈ ബ്രെഡ് കഴിക്കുക, എന്നിട്ട് ഗുളിക കഴിക്കാം. അമ്മേ, അവരെന്തിനാ ഡോക്ടറിന്റെ കാലിൽ വീണത്? ഡോക്ടറെ അവരുടെ മകന്റെ ജീവൻ രക്ഷിച്ചു, അതുകൊണ്ട്. പക്ഷെ ജീവൻ രക്ഷിക്കുന്നത് ദൈവമാണെന്നല്ലേ നിങ്ങൾ പറയാറ്? അപ്പൊ ശരിക്കും ദൈവത്തിന്റെ കല്ലല്ലേ വീഴണ്ടേ? ജീവൻ കൊടുക്കുന്നത് ദൈവമാണ്. എന്നാൽ ദൈവം കൊടുത്ത ജീവൻ രക്ഷിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ അത് ഡോക്ടർക്ക് മാത്രമാണ്. അതുകൊണ്ടാണ് നമ്മളെല്ലാരും ഡോക്ടറെ ദൈവമായി കണക്കാക്കുന്നത്. ഡോക്ടർ ആകണമെങ്കിൽ എന്താ പഠിക്കണ്ടേ? ഡോക്ടർ ആവണമെങ്കിൽ വലിയ വലിയ സ്കൂളിലൊക്കെ പോകണം, വലിയ വലിയ പഠിപ്പ് പഠിക്കണം. അമ്മേ, ആ ഞാനും നന്നായിട്ട് പഠിച്ചിട്ട് നല്ല ഡോക്ടർ ആകും. അമ്മേ, ഞാനും ഡോക്ടർ ആകും. ആദ്യം ഈ അസുഖമൊക്കെ മാറട്ടെ, എന്നിട്ട് പഠിക്കാം. ഇപ്പൊ കഴിക്കാം. വരൂ. വാ പോകാം. സൂക്ഷിച്ചു വാ. സൂക്ഷിച്ചു പോ. സർ, സർ, നമസ്കാരം സർ. നമസ്കാരം. നിങ്ങൾ ഏത് സ്ഥലത്ത്? അത് വരാൻ പറഞ്ഞിരുന്നല്ലോ. തനു നന്നായി പഠിക്കുന്നില്ലേ സർ? ആ, വളരെ നന്നായി പഠിക്കുന്നുണ്ടല്ലോ. ഞാൻ നിങ്ങളോട് എന്തിനാ വരാൻ പറഞ്ഞെന്ന് വെച്ചാ, ഈ വർഷം ഇവള് 5ാം ക്ലാസ്സിൽ നിന്ന് പാസ്സാകല്ലേ. ഇത് കഴിഞ്ഞ പിന്നെ എവിടെയാ ചേർക്കാൻ പോകുന്നേ? എവിടെ ചേർക്കാനാ സർ? വീടിനടുത്തുള്ള സ്കൂളിൽ തന്നെ. അതൊരു നല്ല ചിന്തയാ. അത് നല്ല സ്കൂൾ തന്നെയാ, ഗവൺമെന്റ് സ്കൂൾ തന്നെയല്ലേ? അതെ സർ. പിന്നെ അതിന്റെ കൂടെ ഞാൻ വേറൊരു കാര്യം കൂടെ പറയാം. എന്താണ് സർ? അതെന്താണെന്ന് വെച്ചാ, കഴിവുള്ള കുട്ടികൾക്കായി ഒരു പുതിയ പള്ളിക്കൂടം തുടങ്ങിയിട്ടുണ്ട്. അത് നമ്മുടെ ജില്ലയിലും ഉണ്ട്. നവോദയ പള്ളിക്കൂടം. 5th സ്റ്റാൻഡേർഡിന്റെ പരീക്ഷ എഴുതി അവിടുത്തെ ഒരു എക്സാം ഉണ്ട്. അതും കഴിഞ്ഞാൽ 6ാം ക്ലാസ് തൊട്ട് 12ാം ക്ലാസ് വരെ ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് അവിടെ പഠിക്കാം. അവിടെ പോയി ജോയിൻ ചെയ്താൽ ഇവളുടെ ഭാവി നന്നായിരിക്കും. അതെന്താണെന്നൊന്നും ഞങ്ങൾക്കൊന്നും അറിയില്ല സർ. അതായത് ഇതൊന്നും വലിയ കാര്യങ്ങളൊന്നുമല്ല. 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഒരു പരീക്ഷ എഴുതണം. ശരി സർ. 4ാം ക്ലാസ്സിലുള്ളത്, 3ാം ക്ലാസ്സിലുള്ളത് ഈ ബുക്സിൽ നന്നായി പഠിക്കണം. ശരി സർ. അത് കഴിഞ്ഞ് വേണമെങ്കിൽ ഒരു കാര്യം ചെയ്യാം. ഫ്രീ ടൈം കിട്ടുമ്പോൾ എൻ്റെ അടുത്ത് വരട്ടെ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു കൊടുക്കാമല്ലോ. അത് അവൾക്ക് വലിയൊരു സഹായമായിരിക്കും സർ. ഇങ്ങോട്ട് നോക്ക്. പെൺകുട്ടിയായതുകൊണ്ട് ഞാനൊരു കാര്യം പറയാം. ഇപ്പോൾ ഒരു ആൺകുട്ടിയായിരുന്നെങ്കിൽ അവൻ എങ്ങനെയാണ് സാധിച്ചത്, എന്താണ് സാധിച്ചത്, അവനെ ആരാണോ സഹായിച്ചത് എന്നുള്ള കാര്യവും വെളി വരും. അതെ സർ. അതേപോലെ തന്നെ ഒരു പെൺകുട്ടിയാണെങ്കിൽ എന്തുകൊണ്ട് അവൾ അത് ചെയ്തില്ല, എന്തുകൊണ്ടാണ് അവൾക്ക് ഇതൊന്നും ചെയ്യാൻ പറ്റാത്തതെന്നുള്ള കാര്യം വെളി വരും. ഇതിനാരാണോ അവൾക്ക് തടസ്സമായിരുന്നത് എന്നുള്ളതും വെളിയിൽ വരും. ഇങ്ങോട്ട് നോക്ക്. പെൺകുട്ടിയെ പഠിപ്പിക്കണമെന്നുള്ളത് നിങ്ങളുടെ ആഗ്രഹവും നന്നായി പഠിക്കണമെന്നുള്ള അവളുടെ ആഗ്രഹവും ഒരു കഷ്ടവും ഉണ്ടാവാൻ പാടില്ല. ഇതാണ് എന്റെ ആഗ്രഹം. ശരി സർ. ഇതുപോലെ ഞങ്ങൾക്കറിയില്ലായിരുന്നു സർ. നിങ്ങളൊരു വലിയ ഉപകാരം സർ ചെയ്തത്. ഇതൊന്നും വലിയ സഹായമൊന്നുമല്ല. ഞങ്ങൾ കഴിവുള്ള കുട്ടികൾക്ക് ഇതൊക്കെ ചെയ്തു കൊടുത്തല്ലേ പറ്റൂ. ഞാനൊരു അധ്യാപകനായി പോയില്ലേ. ശരി, എന്നാ പിന്നെ കാണാം. വളരെ നന്ദിയുണ്ട് സർ. അമ്മേ, തനു, സാറ് പറഞ്ഞ പോലെ പഠിക്കണം, കേട്ടല്ലോ? അതല്ലേ ഞാൻ നന്നായിട്ട് പഠിക്കും. ഞാൻ ഉറപ്പായിട്ടും പാസ്. നമസ്കാരം പ്രദീപ്. നമസ്കാരം സാർ. ഇരിക്കേ. താങ്ക് യു. മഞ്ജുപ്പാ, പോയി കോഫി എടുത്തിട്ടോ. പ്രദീപ് ഈശ്വർ, സുഖമായിട്ടിരിക്കണോ? സുഖമായിരിക്കുന്നു സാർ. ക്ലാസ്സുകളൊക്കെ എങ്ങനെ പോകുന്നു? കുഴപ്പമില്ല സാർ, നന്നായിട്ട് പോകുന്നുണ്ട്. ഗുഡ്. ഇന്നലെ ആ പെൺകുട്ടി തനുജയെ കുറിച്ച് നമ്മൾ സംസാരിച്ചല്ലോ. ആ കൊച്ചിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് പറഞ്ഞേ. ആ സാർ, തനുജ എൻ്റെ നവോദയ സ്റ്റുഡൻ്റാണ്. പാലക്കാട് ജില്ലയിലെ വടക്കന്തറ താലൂക്കിലെ അടുത്തുള്ള ഗ്രാമത്തിലെ ഒരു പാവപ്പെട്ട വ്യവസായ കുടുംബത്തിലുള്ളതാണ് സാർ. അച്ഛനും അമ്മയ്ക്കും വിദ്യാഭ്യാസമൊന്നുമില്ല സാർ. തനുജ കൊച്ചുകുട്ടിയായിരിക്കുമ്പോൾ തന്നെ വീട്ടിലുള്ളതിനേക്കാളും സമയം ചിലവഴിച്ചത് ഹോസ്റ്റൽ, വാർഡൻസ്, ബുക്സ്, ടീച്ചറിൻ്റെ കൂടെയാണ് സാർ. കൊച്ചുകുട്ടിയായിരിക്കുമ്പോൾ തന്നെ വളർന്നത്. സ്കൂളിലെ നമ്പർ 1 ആണ് സാർ. SSLCയിലും POCയിലും നല്ല മാർക്കാണ് സാർ. പിന്നെ ലാസ്റ്റ് ഇയർ 2019 ഞാൻ കൊച്ചിയിൽ വെച്ച്
നീറ്റ് പ്രിപ്പയർ ചെയ്യുന്നതിന് വേണ്ടി ക്രാഷ് കോഴ്സ് ചെയ്തിരുന്നു സാർ. അവിടെ തനുജ് എൻ്റെ സ്റ്റുഡൻ്റ് ആയിരുന്നു സാർ. അവളുടെ ഫസ്റ്റ് അറ്റംപ്റ്റിലെ റാങ്കിങ് ജസ്റ്റ് മിസ്സായിരുന്നു സാർ. അതുകൊണ്ട് ഗവൺമെൻറ് സീറ്റ് കിട്ടിയില്ല. പിന്നെ കാശ് കൊടുത്ത് പഠിക്കുന്നതിന് അത്ര വലിയ ആളുകളും അല്ല സാർ. കഴിഞ്ഞ വർഷം മെഡിക്കൽ സീറ്റ് കിട്ടിയില്ലെങ്കിലും വേറെ ഒരു കോഴ്സിനും പോകാതെ അടുത്ത വർഷം നീറ്റ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നതിന് വേണ്ടി മാത്രം പൂനെയിലുള്ള ഏറ്റവും മികച്ചൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് പോകുന്നതിന് വേണ്ടി തന്നെ തനുഷ ആപ്ലിക്കേഷൻ ഇട്ടു സാർ. സെലക്ട് ആയി. 10 മാസത്തെ കോഴ്സും പൂർത്തിയാക്കി. ലാസ്റ്റ് മന്ത് സെപ്റ്റംബർ 12 നീറ്റ് എക്സാം ഉണ്ടായിരുന്നു. ആ കാരണം കൊണ്ട് പൂനെയിൽ നിന്നിട്ട് നാട്ടിലേക്ക് തിരിച്ചു വന്നു. 1 മാസം ക്വാറന്റൈൻ ആയിട്ട് അകത്ത് കിടന്നു. അവിടെ നിന്ന് തിരിച്ച് വീട്ടിലേക്ക് പോയി. വീട്ടിൽ നിന്നും നല്ലതുപോലെ പ്രിപ്പയർ ചെയ്തു. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി അവൾക്ക് എക്സാം ഉണ്ടായിരുന്ന അന്ന് അവളുടെ വീടുണ്ടായിരുന്ന ഏരിയ കണ്ടെയ്ൻമെന്റ് സോണിൽ ഡിക്ലെയർ ആയി സാർ. അതുകൊണ്ട് എക്സാം എഴുതാൻ കഴിഞ്ഞില്ല. ഈ കോവിഡ് പോസിറ്റീവ് ആയിരുന്നവർക്ക് കണ്ടെയ്ൻമെന്റ് സോണിൽ നിന്ന് ആയിരക്കണക്കിന് വരുന്ന കുട്ടികളുടെ ഫ്യൂച്ചർ നന്നായിരിക്കാൻ വേണ്ടി അതിനുവേണ്ടി അവർ എല്ലാ എക്സാമും എഴുതണമെന്നും പറഞ്ഞ് സുപ്രീം കോടതിയിൽ നിന്ന് ഓർഡർ വന്നു സാർ. ഇന്നാണ് സാർ എക്സാം. അവളുടെ ആപ്ലിക്കേഷൻ റിജക്റ്റ് ആകാൻ കാരണം എന്താ? അത് സെപ്റ്റംബർ 12, അതായത് എക്സാം എഴുതേണ്ട അന്ന് തന്നെ അവളുടെ വീട് കണ്ടെയ്ൻമെന്റ് സോണിൽ ഉണ്ടായിരുന്നെന്ന് പറഞ്ഞ് അങ്ങനെയുള്ള ഒരു സർട്ടിഫിക്കറ്റ് ലോക്കൽ PDO ഓഫീസിൽ നിന്ന് കളക്ട് ചെയ്ത് ഓൺ ടൈമിൽ അപ്ലോഡ് ചെയ്തില്ല എന്നുള്ള ഒരൊറ്റ കാരണം കൊണ്ട് റിജക്ട് ചെയ്തു സാർ. അതുകൊണ്ടാണ് ഹാൾ ടിക്കറ്റ് കിട്ടാത്തത്. ഡോക്യുമെന്റിൽ അപ്ലോഡ് ആയല്ലോ എന്ന് വിചാരിച്ച് ചുമ്മാ ഇരിക്കുകയായിരുന്നു സാർ. പക്ഷെ അപ്ലോഡ് ചെയ്യാൻ ലേറ്റായി എന്നുള്ള ഒരൊറ്റ കാരണം കൊണ്ട് ആപ്ലിക്കേഷൻ റിജക്റ്റ് ആയ കാര്യം ഇന്നലെ രാത്രിയാണ് സാർ അവളും ഞാനും വരെ അറിഞ്ഞത്. ഈ പാൻഡമിക് സിറ്റുവേഷനിൽ ആ ഗവൺമെന്റ് ഓഫീസർ അന്വേഷിച്ച് അവരുടെ അടുത്തുനിന്ന് സർട്ടിഫിക്കറ്റ് വാങ്ങുന്നത് കൊറോണയെ ജയിക്കുന്നതിന് തുല്യമാണ് സാർ. കാരണം അവർക്കും വർക്ക് പ്രഷർ ഉണ്ട് സാർ. നമ്മളെ കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ സാർ. ശരി, എക്സാം എവിടെയാണ്? എത്ര മണിക്ക്? ഉച്ചയ്ക്ക് 1 മണിക്കാ സാർ. നാഷണൽ കോളേജ് കൊച്ചിയിലാ. ഇപ്പൊ ആ കുട്ടി എവിടെയുള്ളത്? വീട്ടിൽ തന്നെയാ സാർ. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യേ, പറഞ്ഞോളൂ. ആ കുട്ടിയുടെ എത്രയും പെട്ടെന്ന് വരാൻ പറ. ഓക്കെ. ബൈ ചാൻസ് കിട്ടിക്കഴിഞ്ഞ് ആ കുട്ടി പുറപ്പെടാൻ നിന്നാൽ എല്ലാം കൈവിട്ടു പോകും. ശരി സാർ, ഞാൻ പറഞ്ഞേക്കാം. വരാം സാർ.